ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യം പറഞ്ഞാൽ നിങ്ങൾ ജലദേവതയാണോ അതോ വനദേവതയാണോ? ശരിക്കും ഞാൻ ജലദേവതയാണ്. ആദ്യം ഒരു ചോദ്യം ഉണ്ട്, അങ്ങനെ അതാ. അതെ, ശരിക്കും ഞാൻ ജലദേവതയാണ്. അപ്പൊ ഇടയ്ക്ക് ഈ പുഴയില് ചീങ്കണ്ണി വരുമ്പോ ഞാൻ ഓടി വനത്തിൽ കയറും. അവിടെ ചെന്ന ഞാൻ വനദേവതയാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ വനത്തില് അരിക്കൊമ്പനും പടയപ്പേക്കല് പേടിയാവൂലേ? അവന്മാരൊന്നും എനിക്ക് പേടിയില്ല. ഈ ചില മനുഷ്യന്മാര് വരും കള്ളൊക്കെ കുടിച്ചിട്ട് വെടിവെക്കാനെന്നും പറഞ്ഞ്, അവന്മാരെ പേടിച്ച് ഞാൻ നൈസായിട്ട് ഓടി മലയുടെ മേളിൽ കയറും. അവിടെ ചെന്നാ പിന്നെ ഞാൻ മലദേവതയാണ്. പിന്നെ അവിടെ നിന്ന് മലവെള്ളപ്പാച്ചിൽ വരുമ്പോ നൈസായിട്ട് ഒഴുകി ഞാൻ പിന്നെയും പുഴ വരും. പിന്നെ ഞാൻ ജലദേവതയാണ്. 3 ക്യാരക്ടറാണ് ഞാൻ ചെയ്യണത്. കോസ്റ്റ്യൂം ചേഞ്ച് ഒക്കെ ഇല്ലേ? ഈ ഒരു കോസ്റ്റ്യൂം തന്നെ അലക്കിട്ട് ഉണങ്ങണ എവിടെ കൊണ്ട് വിരിക്കും? ഈ വെള്ളത്തിൽ തന്നെയാണ് വിരിക്കണത്. ഇപ്പൊ തന്നെ അവിടെ സേവ് ദ ഡേറ്റ് എടുക്കാൻ വന്ന പിള്ളേർ ഊരി വെച്ച ഡ്രസ്സാണ് ഇട്ടേക്കണം. പിള്ളേരെ ഡ്രസ് എടുത്തോണ്ട് വന്നാ അവർക്ക് തുണിയിടുന്ന ആവശ്യമില്ലല്ലോ. ഒരുപാട് ആൾക്കാർ കണ്ടു. 2K എത്തിയാ? എത്തിയെങ്കിൽ എന്റെ അപ്പച്ചി ഉണ്ട്, നോക്കിയാ. UK അല്ലണ്ണാ, 2K. 2K എന്നാണോ? 2000 പേര് കണ്ടു നമ്മളെ വീഡിയോ. മെസ്സേജ് നോക്കടാ, മെസ്സേജ്. ഒരുപാട് കമന്റ് ഉണ്ട്, ഒരുപാട് കമന്റ് ഉണ്ട്. അതുകൊണ്ട് വനദേവത ഫയർ, വനദേവത ഉയർ, ഉയർന്നേനെ. ഉയർ. ഇത് നമ്മുടെ മറ്റേ അണ്ണന്റെ മെസ്സേജ് അല്ല, ആറാട്ടണ്ണന്റെ. ആറാട്ടണ്ണൊക്കെ അറിയാവോ? അയ്യോ, അറിയാന്നൊന്നും പറയല്ലേ, അങ്ങനെ എന്നെ കയറി പ്രപ്പോസ് ചെയ്യും. വോയിസ് കമന്റ് കേട്ടാ. എന്റെ റിവ്യൂ പറയുവാണെങ്കിൽ ജലദേവത പൊള്ളിയാണ്, ഹിസ്റ്റോറിക്കൽ ലേഡിയാണ്. ഓക്കെ, എന്റെ ലേറ്റസ്റ്റ് ക്രഷ് ആണ്. പണ്ടത്തെ സ്റ്റോറിയുടെ ക്ലൈമാക്സ് ആണ്, അത് ക്ലീശയായിപ്പോയി, ക്ലീശയാണ്. അതുപോലെ മരംവെട്ടുകാരനൊരു കോടാലി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഒരു ഹഗ് കൂടി ആകായിരുന്നു. വനദേവതയ്ക്ക് നടിമാരെ പോലെ ജാടയാണ്. 1 ടൈം വാച്ചബിൾ ആണ്. ഓക്കെ, അതിന് താഴെ കണ്ട എടി ജലദേവതെ, നിനക്ക് വേറെ ഒരു പണിയില്ലേ? ഇത് അയാൾ തന്നെ, എന്റെ ഭർത്താവ്. അയാൾ മാത്രമേ ഇങ്ങനത്തെ കമന്റ് ചെയ്യൂള്ളൂ. ജലദേവൻ അയാളെ